ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് കണ്ണൂരാണ് കേട്ടോ. മുത്തപ്പൻകാവിൽ നമ്മുടെ കിച്ചുട്ടിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 1 വീക്ക് ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. വീഡിയോ ഇടാൻ ഭയങ്കര ലാഗായിട്ടുണ്ട്. കുട്ടിപ്പട്ടാളങ്ങളൊക്കെ അത് എനിച്ച് കൊണ്ടിരുത്തിയേക്കാം കേട്ടോ. എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണും കുഞ്ഞു വാശിയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ വലിയവരുടെ എല്ലാവരുടെയും കുളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പെമ്പിള്ളാരുടെ ചേട്ടന്മാർ ഇതേ ആരും നീച്ചിട്ടില്ല. എല്ലാവരും നല്ല ഉറക്കമാണ് കേട്ടോ. കാരണം രാത്രി ഒന്നാമത് എല്ലാവരും വൈകിട്ടാണ് കിടന്നേക്കുന്നത്. പിന്നെ കിച്ചപ്പൻ്റെ അതേട്ടോ ആര് വേഗം കുളിയും കാര്യങ്ങളൊക്കെ തീർത്തിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുകിട ടീമുകളെയൊക്കെ നമ്മൾ ഇടയിലിടയിൽ കുളിപ്പിച്ചിട്ടുണ്ട്. കിച്ചുവിന് അതേ നടുക്ക് പൊട്ടുത്തിയിട്ട് ഇതേ കാണാൻ എങ്ങനെ ഉണ്ടെന്നൊന്ന് കമന്റ് ചെയ്തോളോട്ടാ. എല്ലാവരും വ്ളോഗായിരുന്നു കേട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വ്ളോഗ് സ്റ്റൈലിൽ ഞാൻ വീഡിയോ എടുത്തില്ല. ആര്യായിരുന്നു കേട്ടോ വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് എടുത്തത്, കോഴിക്കോട് വരണതും എല്ലാതും അത് ഞാൻ അപ്ലോഡ് ചെയ്തു ഷോർട്സ് ആയിട്ട്. പക്ഷെ നമ്മുടെ കണ്ണൂർ മുത്തപ്പൻകാവിൽ ചോറ് കൊടുക്കാൻ വന്നത് ഷോർട്സ് ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കുറേ ക്ലിപ്പുകളുണ്ട്. അപ്പോൾ പിന്നെ ഞാനിതൊരു ലോങ് വീഡിയോ ആക്കാനാണ് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണുക. നമ്മളെപ്പോഴും ലോങ് വീഡിയോ കാണുന്ന ഒരു സ്റ്റൈലിലായിരിക്കില്ല, ഷോർട്സിൻ്റെ രീതിയിലായിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും കട്ട് ചെയ്യേണ്ട, എല്ലാ വിശേഷങ്ങളും അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ച്. അതിന് ഞങ്ങളുടെ എല്ലാവരുടെയും പുറപ്പെടൽ കഴിഞ്ഞ് ഞങ്ങളുടെയൊക്കെ മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ചേട്ടന്മാരുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞിട്ട് ഇതേ ഓരോരുത്തർ ഇങ്ങനെ പുറപ്പെട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിച്ചുട്ടനെ ഇതേ എൻ്റെ കയ്യിൽ അങ്ങോട്ട് തന്നിട്ടുണ്ടായിരുന്നു. കിച്ചുട്ടനാണെങ്കിൽ നല്ല ഉഷാറായിട്ടാണ് രാവിലെ ഇരിക്കണത്. പക്ഷെ അമ്പലത്തിലെത്തി കുറേ കഴിഞ്ഞുകൊണ്ട് എനിക്ക് ചെറിയൊരു വാശി ഉണ്ടാവും കേട്ടോ. കാരണം അങ്ങനെ ഭയങ്കര ചൂടൊക്കെ അല്ലേ, അതിൻ്റെ ഒരു ഇത്. പിന്നെ അതേ നമ്മുടെ തുമ്പമ്മ അതേ ഡ്രസ്സ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുമ്പമ്മ ഞങ്ങളോട് വരുന്ന വഴിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സാരി എടുക്കണത്, സൂര്യാൻ്റെ എന്താ എടുക്കണത്, സാരിയാണോ, അവളും സാരിയാണ്, നമുക്ക് മാച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് ആയിരുന്നു കേട്ടോ ആള്. പിന്നെ അതേ വിൻഷേട്ടൻ്റെയും എല്ലാവരുടെയും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ അമ്പലത്തിൽ എത്തണം കേട്ടോ. അതായത് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ 8:45 നമ്മൾ ഇറങ്ങിയത്. അങ്ങനത്തെ ഞങ്ങളെല്ലാവരും പുറപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരത്തേക്ക് അല്ലൂസും തേച്ചാൽ അവരെ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അവർ രണ്ടുപേരും അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കോളും. കാരണം അവർ കാണുമ്പോൾ അല്ലും തേജും ഭയങ്കര പരിചയക്കേടാവും കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കാര്യം നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. രണ്ടാളും കൂടി കഴിഞ്ഞാൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തോളൂ. അങ്ങനെ ഇത് നമ്മൾ കാറിൽ ഇതുപോലെ 2 ടീമായിട്ട് കയറിയിട്ടോ. ഒരു വണ്ടിയിൽ എല്ലാവരും തികയില്ലല്ലോ. അപ്പോൾ ഇതിൽ എല്ലാവരും കൂടി കയറി, അതായത് നമ്മൾ വന്ന കാറിൽ എല്ലാവരും കൂടി കയറി. പിന്നെ വൈശാഖേട്ടൻ്റെ കാറിൽ ഞങ്ങൾ കയറിയിട്ടോ ചെയ്ത്. വിൻഷേട്ടനും വൈശാഖേട്ടനും ഞാനും ആളും കൂടിയിട്ട് ഈ കാറിലും പോന്നു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ എത്തി. പിന്നെ അവിടെ എത്തിയ ടിക്കറ്റ് ഇട്ടാ. ടിക്കറ്റ് നമ്മൾ ഏതമ്പലത്തിൽ പോയാലും ഇങ്ങനെ ടിക്കറ്റ് വെക്കുന്ന ഏട്ടന്മാരെ അമ്മമ്മമാരൊക്കെ വരുമല്ലോ. വിൻഷേട്ടൻ അത് കണ്ടാൽ വാങ്ങാണ്ടിരിക്കില്ല. അതെന്ന് മാത്രമല്ല, വിൻഷേട്ടൻ എവിടെ ടിക്കറ്റ് കണ്ടാലും എന്നും ടിക്കറ്റ് എടുക്കുന്ന ഒരാളാട്ടോ വിൻഷേട്ടൻ. അപ്പോൾ ഇപ്രാവശ്യത്തെ ടിക്കറ്റ് എന്നെയും കൊണ്ടായിട്ട് എടുപ്പിച്ചേക്കണത്. ബമ്പറൊക്കെ എടുപ്പിച്ചിട്ടുണ്ട്. അടിക്കില്ലേ എന്നൊന്നും അറിയില്ല. ഞങ്ങളിതേ അമ്പലത്തേക്ക് പോവാട്ടോ. അപ്പോൾ അവരുടെ വണ്ടി ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കുറച്ച് നേരമായി ഉള്ളിലെത്തിയിട്ട് പിന്നെ ഞങ്ങൾ ഒരു 5 മിനിറ്റ് ലാഗായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് അവരെ തപ്പി നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഇവിടെ നിൽക്കുന്നുണ്ട് അവർ ചോറ് കൊടുക്കണതിൻ്റെ ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതേ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് തൊഴുതിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങളാണെങ്കിൽ ആദ്യം ചോറ് കൊടുക്കേണ്ടി വരുമോ വിചാരിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഞങ്ങൾ അവിടെ പോസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ചോറ് കൊടുക്കാൻ ടോക്കൺ വിളിക്കുമ്പോൾ കയറുമ്പോഴാണ് ആൾ പറയണത് എന്താ പറയുക, ഉണ്ണീനെ തൊഴിച്ച് കൊണ്ടായോ എന്നൊക്കെ. അപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഉള്ളിൽ കയറി തൊഴുതു. ഞാനും മിനിച്ചേട്ടനും 2-3 വട്ടമൊക്കെ കയറി തൊഴുതു കേട്ടോ. കാരണം തീരെ തിരക്കില്ല. മറ്റേ നമ്മുടെ വിവിയുടെ ചോറൂണിന് വന്നിട്ട് വമ്പൻ തിരക്കാടുന്നു. നമുക്ക് നിൽക്കാനോ നിന്നിട്ടൊന്ന് കണ്ണടയ്ക്കാൻ പോലും, തൊഴുമ്പോൾ കണ്ണടയ്ക്കാൻ പോലും നമുക്ക് നേരം കിട്ടിയിട്ടില്ല. വേഗം തൊഴുക ഓടുക, അതാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ഇടദിവസമായോണ്ട് തോന്നുന്നു ഒട്ടും തിരക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തൊരു സമാധാനമായിട്ട് തൊഴാൻ പറ്റിയെന്നറിയോ. അവിടെ അങ്ങനെ നിന്ന് കുറേ നേരം തൊഴുത് ചുറ്റിട്ട് വന്ന് വീണ്ടും ഉള്ളിൽ കയറി വീണ്ടും തൊഴുത് 2 വട്ടം 2-3 വട്ടമൊക്കെ കയറി തൊഴുതിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഉള്ളിൽ ആ ഒരു തിണ്ടൊക്കില്ലേ, അതിൻ്റെ ഉള്ളിൽ അവിടെ ഇങ്ങനെ ഇരുന്നു കുറേ നേരം അവിടെ അങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തൊഴുത് വന്നിട്ട് നിൽക്കണം നിപ്പാട്ടോ. പിന്നെ അത് ഉള്ളിൽ കയറുമ്പോൾ തൊഴുതിട്ടില്ല നമ്മളിപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ചോറ് കൊടുക്കാൻ ടോക്കൺ വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ടോക്കണ് ചോറ് കൊടുക്കാൻ കയറുമ്പോഴാണ് ആൾ പറഞ്ഞത് തൊഴിച്ചിട്ട് കൊണ്ടായോന്ന് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് സ്റ്റഡി ചെയ്തിട്ട് ഒരൊറ്റ ഓടി വേഗം തൊഴിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ആരോ കമൻറ്റ് ഇട്ടിട്ട് ഒരു കുട്ടി കമൻറ്റ് ഇട്ടേക്കണതാണ്, റീനമ്മയും എൻ്റെ അമ്മ ഉഷമ്മയും ചേച്ചി അനിയത്തിമാരാണോന്ന്. ഞാൻ ആലോചിക്കണതൊക്കെ അത് കണ്ടപ്പോൾ ചിരി വരികയും ചെയ്ത്. അവർ 2 പേരും ചേച്ചി അനിയത്തിമാരാണെങ്കിൽ ആരെയും ആദർശം മാരേജ് ചെയ്യുമോ? സഹോദരങ്ങളായിട്ടല്ലേ വരിക, സിബ്ലിങ്സ് ആണോ എന്നൊക്കെയാണ് ചോദിക്കണത്. അപ്പോൾ ചേച്ചി അനിയത്തിമാരാകുമ്പോൾ അവരുടെ മക്കൾ കല്യാണം കഴിക്കില്ലല്ലോ. എങ്ങനെയായാലും ഞാൻ ഈ കുട്ടി എന്താ ശരിക്കും ഉദ്ദേശിച്ച്
ഞാൻ ചോദിച്ചു, ചോദ്യത്തിനൊരു ലോജിക്ക് ഇല്ലല്ലോ, എന്തോ ഉദ്ദേശിച്ചെന്ന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടിട്ടില്ല കേട്ടോ. അവർ ചേച്ചി അനിയത്തിമാരല്ല, എവിടെയൊക്കെ അമ്മയ്ക്കും റീനമ്മയ്ക്കും ഒരു സഹോദര ചായ ഉണ്ട്. അത് ഞങ്ങൾക്കും അതേട്ടോ ഇവരുടെ മാരേജ് ഉറപ്പിച്ച സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇനി ഇതേ ഇപ്പം ഇതേ തൊഴാൻ നിൽക്കണ നേരമായിരുന്നു. അങ്ങനെ തൊഴുതിട്ട് ഞങ്ങൾ വന്നിട്ട് ഇതേ ഇരിക്കാട്ടെ. ഇനി നമ്മുടെ കിച്ചൂട്ടനെ ചോറ് കൊടുക്കണം. ചോറ് കൊടുക്കണേൻ്റെ അവിടെയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കന്നെ ഉള്ളൂ കേട്ടോ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ മുമ്പ് നമ്മൾ വന്നപ്പോൾ ഉള്ള പോലത്തെ തിരക്കൊന്നുമില്ല. പിന്നെ നമ്മുടെ തേജുവിന് ഒരു കുഞ്ഞ് വാശിയും വെയ്യായികയൊക്കെ കൂടി ഇരിക്കട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു തേജപ്പൻ എന്താ ഒരു ഉഷാറില്ലല്ലോ എന്ന്. സത്യമായിരുന്നു. തേജുവിന് ഒന്നാമത് ഭയങ്കര ഉറക്കക്ഷീണം കേട്ടോ. രാത്രി ഫുൾ ട്രാവൽ ചെയ്യാറുന്നില്ലേ. അതുപോലെ തന്നെ കോഴിക്കോട് അതേ ഫുൾ അങ്ങനെ നിപ്പിരിപ്പ് കടന്നു. ഇവിടെ എത്തിയിട്ട് നേരത്തെ എനിപ്പിച്ചു. അതുകൊണ്ട് ഭയങ്കര ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു വാശി, ഒരു സുഖമില്ല. എന്തിനു വിളിച്ചാലും വരണില്ല, വേണ്ട ഞാൻ ചെയ്യണില്ല, ഞാൻ അവിടെ ഇരുന്നോളാം, അവർ ഭാഗത്ത് പോയിരിക്കുക, അങ്ങനെ ഇടന്നു കേട്ടോ. ഇവിടെ അമ്പലത്തിൽ ഇത്രയും നേരം ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ആ പ്രസാദം കഴിച്ചില്ലേ, പ്രസാദം കഴിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി കുറച്ച് ഉഷാറായി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കളിയും ചിരിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുവരെ ഭയങ്കര മൂകതയായിരുന്നു. ഒന്നിലേക്ക് അത് ഞങ്ങളോട് ഞാൻ വെയ്യ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ പിള്ളേരല്ലേ, അപ്പോൾ പിന്നെ അവർക്ക് അവരുടേതായ ഒരു ഇതുണ്ടാവില്ലേ. അങ്ങനെ ഇതേ ചോറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ 3 പേർക്ക് കൊടുക്കാൻ പാടുള്ളൂ, 2 പേര് എക്സ്ട്രാ കയറാൻ പാടുള്ളൂ തോന്നുന്നു. അപ്പോൾ അതേ ആര് റീനമ്മയും കൂടിയിട്ട് ഉണ്ണിക്ക് കൊടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും ഇലയിൽ ബാക്കി പ്രസാദം തരുമല്ലോ, അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അപ്പുറത്ത് പോയിരുന്നിട്ട് കേട്ടോ എല്ലാവരും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ തേജുവിന് ഇവിടെ ചോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല. അപ്പം നമ്മൾ തേജുവിന് ചോറ് കൊടുത്തത് ഇത്ര ചെറുപ്പത്തിലല്ലാണ്ട് ഇവിടെ വന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. തേജുവിന് 2 വയസ്സോ 2.5 വയസ്സോ 3 വയസ്സൊക്കെ തോന്നുന്നു. തേജു വലിയ കുട്ടിയായിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 3 വയസ്സ് കഴിഞ്ഞിട്ടാണ് കൊടുത്തേക്കണം. അതായത് ആരുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു വന്നിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. വലിയ കുട്ടിയായിരുന്നു. അന്ന് ചോറ് കൊടുക്കാൻ വരുമ്പോൾ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് കേട്ടോ. എല്ലാ കുട്ടികളും ചെറു കുട്ടികൾ, തേജു ആണെങ്കിലാണ് ഇത്തിരി വലിയ കുട്ടി, അതായത് ഒരു 3-3.5 വയസ്സുള്ള ഒരു കുട്ടി. ആ ഒരു വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ തേജുവിന്. പിന്നെ അതേ ഏട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും കൊടുക്കേണ്ട ഈ ഒരു നേരമായപ്പോഴേക്കും ഉണ്ണിക്ക് ചെറിയൊരു വാശി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ തൊട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. അതായത് അങ്ങനെ വെച്ചു കൊടുക്കണില്ല. ഒന്നാകുമ്പോൾ തൊടുക, അവൻ്റെ ചുണ്ടുമ്പോൾ ഒന്ന് വെച്ചു കൊടുക്കുക. പിന്നെ ഇങ്ങനെ ഇരിക്കല്ലേ, ഇങ്ങനെ കരയണ വാശി പിടിക്കുന്ന ആളൊന്നല്ല. മൂപ്പരാൾ ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഞങ്ങളും അതായിട്ട് ഉണ്ണി ഇങ്ങനെ കരയണത് ഈ ഒരു സമയത്തായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാലും കൊടുക്കേണ്ടി വെച്ചിട്ട് എല്ലാവരും ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എന്താ പറയുക, ബാക്കി പായസം ഞങ്ങളെല്ലാവരും കഴിക്കുകയായിട്ട് ചെയ്തത്. കളയാൻ പാടില്ലല്ലോ, ഒരിക്കലും പ്രസാദം കളയില്ലല്ലോ. പക്ഷെ നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു പായസം. അങ്ങനെ അത് കഴിച്ചിട്ട് ഇനി നമുക്ക് മുത്തപ്പൻ്റെ പ്രസാദം വാങ്ങാൻ പോകണം കേട്ടോ. അതായത് അവിടുത്തെ പയറും പിന്നെ ചായയും അതൊക്കെ കുടിക്കണം. അപ്പം അതിനൊക്കെ മുന്നേ വിൻചേട്ടൻ പറയുന്നുണ്ട് നമുക്ക് ഒന്നും കൂടി തൊഴുതു വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്നും കൂടി ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. പിന്നെ ഇത് ഞങ്ങൾ ചായ കുടിക്കാൻ ഇരുന്നു. ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇവരെല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയായിരുന്നു ഞാനും വിൻചേട്ടനും വീണ്ടും ഇരുന്നു. അങ്ങനെ ഇതേ പ്രസാദം കഴിച്ചു. കഴിഞ്ഞ പ്രാവശ്യം വിവിടേന് വന്നിട്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിത് വാങ്ങിയിട്ട് റൂമിൽ പോയിട്ടാണ് കഴിച്ചത്. ഇവിടെ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് നിൽക്കാൻ പറ്റില്ല. നടക്കുമ്പോഴൊക്കെ തട്ടി നടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനും അതേ പറ്റില്ല, അത്രയും തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് ചെയ്തത് പ്രസാദം വാങ്ങിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഇവിടെ ഇരുന്ന് കഴിക്കണം, തിരക്കൊന്നും ഇല്ലല്ലോ പറഞ്ഞിട്ട് എല്ലാവരും ഇതേ വന്നിരുന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തുമ്പമ്മയ്ക്ക് ഉണ്ടല്ലോ വിൻചേട്ടനെ കാണുമ്പോൾ ഭയങ്കര നാണം. എന്തൊരു നാണാ വിൻചേട്ടൻ്റെ അടുത്തെന്ന് അറിയോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ തേജുവിനൊരു മൂടുണ്ടായിരുന്നില്ല ഒന്നിലേക്കും കൂടാണ്ട് നിൽക്കുകയെന്ന്. അപ്പോൾ തുമ്പമ്മ ചെന്നിട്ട് തേജുവിനെ കളിക്കാൻ വിളിക്കുക കേട്ടോ. ചെന്ന് തോണ്ടുക. തേജുവിനാണെങ്കിൽ ഭയങ്കര നാണും. അത് കഴിഞ്ഞിട്ട് വിൻചേട്ടനായിട്ട് ഇതാവുക കേട്ടോ. തുമ്പമ്മയ്ക്ക് പറഞ്ഞ പോലെ വിൻചേട്ടൻ ഞങ്ങൾ കളിയാക്കോട്ടെ. തുമ്പമ്മ എന്താണ് വിൻചേട്ടനെ കാണുമ്പോൾ ഇത്ര നാണം ചോദിക്കും. വിൻചേട്ടനെ അങ്ങോട്ട് കണ്ട ആൾ അപ്പോൾ വേഗം തല കുനിക്കും. പിന്നെ നാണം കുണിങ്ങി ഇങ്ങനെ നടക്കുക, അങ്ങനെ കിടന്നു കേട്ടോ. ഇവരൊക്കെ കണ്ടോ തേജുവിനെ കുറേ തോണ്ടിയൊക്കെ ഉണ്ട്. തേജുവിനാണെങ്കിൽ ഉറക്കം വരിക പറഞ്ഞിട്ട് കളിക്കാൻ കൂടിയായിരുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടാ. പിന്നെ ഇങ്ങനെ പതുക്കെ നാക്കിലേക്ക് ഇരുന്ന്. എന്നാലും അതായിട്ട് ഒരു ക്ഷീണം ഉണ്ടായിരുന്നു മുഖത്ത്. പിന്നെ അതേക്കിച്ചാൽ പിന്നെ ഞാൻ മടിയിലിരുത്തിയിട്ടോ. നല്ല ചൂടെടുക്കുന്നുണ്ടായിരുന്നു ഉണ്ണിക്ക്. അപ്പം ഞങ്ങളെ ഷർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഊരി കൊടുത്തിട്ട് മടിയിലിരുത്തി. ഞാൻ പറഞ്ഞില്ലേ പൊട്ട് നടുക്ക് കുത്തിയപ്പോൾ ഭയങ്കര വ്യത്യാസം അവൻ്റെ മുഖം ഷേപ്പൊക്കെ ആകെ മാറിയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. തേജുവിനെ അത് എന്താണ് ആവട്ടോ കാര്യമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എന്തപ്പാ ഇങ്ങനെ കാട്ടണ വെച്ചിട്ടാണ് തോന്നുന്നത്. പിന്നെ അതേ ഞാനും വിൻചേട്ടനും കൂടി എന്തോ വെറുതെ ചുമ്മാ വീഡിയോ എടുത്തതാണ്. ആരും അപ്പുറത്ത് എന്തോ എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇനി നമ്മൾ റൂമിലേക്കാട്ട പോവാം.
റൂമിലേക്ക് പോവാച്ച് നമ്മൾ വേറെ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. കാരണം 10-11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ട് പോണ വഴിക്ക് ചോറ് കഴിക്കാമെന്നാണ് വിചാരിക്കണത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ ചായ കുടിക്കാൻ നിന്നില്ല കേട്ടോ. കണ്ട തുമ്പി വിൻഷേട്ടൻ്റെ അടുത്ത് കിണുങ്ങാട്ടോ കിടന്നിട്ട് വിൻഷേട്ടനെ അടിക്കുക, കൈ പിടിക്കാൻ പോവുക. അപ്പോൾ വിൻഷേട്ടൻ ഇങ്ങോട്ട് വാ പറഞ്ഞ് വിളിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര നാണം. അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ കുറേ നേരം വെറുതെ ഇങ്ങനെ ഇരിക്കാനായിരുന്നു കേട്ടോ. അവിടെ നല്ല രസമായിട്ട് ഈ ഒരു സമയത്ത് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേ വിൻഷേട്ടനായിട്ട് സെറ്റായിട്ടോ. വിൻഷേട്ടൻ അതേ കുറേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. വിൻഷേട്ടൻ ഭയങ്കര ഇഷ്ടാട്ടോ. അവള് കാട്ടിൽ നിന്നറിയാം. പിന്നെ രാത്രി എൻ്റെ കൂടെയൊക്കെ ഇടുന്നിട്ടുണ്ടായിരുന്നത്. അയ്യോ എൻ്റെ അമ്മയെ വർത്താനം കേട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാനൊന്നും ഇങ്ങനെ കണ്ണടയ്ക്കുമ്പോഴേക്കും 36 സൂര്യൻ്റെ ഉറങ്ങിയോ കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ എന്നിട്ട് കുറേ കഥകൾ വെച്ചാൽ അവളുടെ വിശേഷങ്ങൾ, അംഗനവാടിയത്തെ വിശേഷങ്ങൾ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വർത്താനായിരുന്നു. അപ്പോഴായിട്ട് ഞാൻ വിൻഷേട്ടനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പെൺകുട്ടികൾ പറഞ്ഞ ഒരു രസം തന്നെയാട്ടോ. ആൺകുട്ടികളുടെ ഒരു ഇത് ഉണ്ട്, രസമാണ്. പക്ഷെ പെൺകുട്ടികളുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നല്ല രസമാട്ടോ. അവരുടെ വർത്താനും ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഞാടി ഇരിക്കുക എന്ന് പറയില്ലേ, ആ ഒരു ടൈപ്പിലായിരുന്നോട്ട് ഇരുന്നിടുന്നത്. പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ നോക്കാൻ കയറിയതാട്ടോ. അപ്പൊ തേജുവിനെ എപ്പോഴും അതെ ഏത് കടയിൽ പോയില്ലോ അപ്പൊ ആദ്യം എന്താ നോക്കുക, അവൻ ആദ്യം നോക്കുക ആർസികാറ. എത്ര എണ്ണ ഇരുന്നാലും അവൻ അങ്ങനെ പുതിയത് കാണുമ്പോൾ വാങ്ങും. എനിക്കും അതെ കേട്ടോ, അത് വാങ്ങാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഇതുപോലെ ഇങ്ങനത്തെ കുഞ്ഞു കാറുകൾ, വലിയ കാറുകളൊക്കെ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ തേജുവിനോട് പറയും, നമ്മൾ മോളിക്കൊക്കെ റൂം എടുക്കുക, അവിടെ നല്ലൊരു ഷെൽഫൊക്കെ അടിച്ചിട്ട് തേജുവിൻ്റെ തേജുവിൻ്റെ കുറേ കളക്ഷൻ ഉണ്ടല്ലോ കാറിൻ്റെ. പക്ഷെ നമുക്കതൊന്നും ഇങ്ങനെ ഭംഗിയിൽ വെക്കാനുള്ള സ്പേസ് ഇല്ലല്ലോ അടിയിൽ. നമുക്കൊരു കാർ ഇഷ്ടമായി, അത് നല്ല പൈസ അതുകൊണ്ട് വാങ്ങിയില്ല. അത് നല്ല റേറ്റ് ആവും കാറിന്. ഞാൻ ആമസോണിൽ വാങ്ങാൻ പറഞ്ഞു. അപ്പൊ കുട്ടീനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ട് നമുക്ക് ആമസോണിൽ വാങ്ങാട്ടോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കുഴപ്പമില്ല. അപ്പൊ എന്നിട്ട് അങ്ങനെ കേട്ടോ. അപ്പൊ ഞാൻ എന്നിട്ട് നമുക്ക് അടിയിൽ അങ്ങനെ ഒതുക്കി വെക്കാനുള്ള സ്പേസ് ഇല്ല. പറയുമ്പോ ഒരു ഡെപ്പല്ല, വലിയൊരു ബക്കറ്റ് പോലെ ഉണ്ട്. അതിൽ നിറച്ച് തേജുവിന്റെ കുറേ കുട്ടി കാറുകളും വലിയ കാറുകളും ഒക്കെ ഉണ്ട്. വെളുപ്പിലും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാനും വിൻഷേട്ടനും പറയും, നമ്മൾ എന്തെങ്കിലും മോളിക്കൊക്കെ എടുക്കാച്ച നല്ലൊരു ഷെൽഫ് ഒരു വാളിൽ അടിച്ചിട്ട് ഇവന്റെ എല്ലാ വണ്ടികളായാലും ഇങ്ങനെ ഒതുക്കി വെക്കണം. നല്ല ഭംഗിയിൽ. നമുക്കിപ്പോൾ സ്പേസ് ഇല്ലാത്ത കാരണമൊക്കെ ഒരു പെട്ടിയിലാക്കിയിട്ട് അവിടെ കെട്ടി വെച്ചിരിക്കുക. കുട്ടിക്ക് എടുത്ത് കളിക്കാൻ പോലും നേരം പോലെ പറ്റണില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ നോക്കിയിട്ടോ. അതായത് ഞാനിവിടെ ഒരു സ്ഥലത്തൊരു സംഭവം അകത്തൊരു സാധനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കണുള്ളൂ കേട്ടോ. അപ്പൊ അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇങ്ങനത്തെ ടൈപ്പിൽ ഇതിനെന്താ വിഗ്രഹങ്ങളോ ഇങ്ങനത്തെ കുഞ്ഞു സാധനങ്ങൾ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5-6 വാങ്ങിയിട്ടുണ്ട്. 200, 300, 100, 100 രൂപ ആ ഒരു റേഞ്ച് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ലാഭമായിട്ട് തോന്നിയിട്ടാ. കാരണം ഈ ഒരു സാധനം ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ നല്ല റേറ്റ് തോന്നി എനിക്ക്. അപ്പം ഞാനത് ഇവിടുന്ന് വാങ്ങാട്ടോ ചെയ്തത്. അങ്ങനെ അതേ ഞാനും തുമ്പമ്മയും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വണ്ടി കയറാൻ പോകട്ടെ. അപ്പോൾ തുമ്പമ്മ അതേ വേഗം കയറി എൻ്റെ കൈ പിടിച്ചു വിട്ടാ. ഞാൻ സൂര്യാൻ്റിയുടെ കൂടെ വരാം ആ കാറിൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ ആയിട്ട് പോകുന്നത്. പിന്നെ ഇത് നമ്മുടെ തുമ്പിക്ക് വാങ്ങിയതാട്ടോ വിൻഷേട്ടൻ പോയിട്ട്. ഇതെന്താ തേജു ബൊമ്മക്കുട്ടീനെ. അപ്പം ഞാൻ പറയണ്ട കേട്ടോ, അവൾക്ക് അവളുടെ അച്ഛനൊരു ബൊമ്മ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു 2 കുട്ടികളെ നല്ലപോലെ നോക്കണം, മാമു കൊടുക്കണം, കുളിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ കണ്ണുരുട്ടിരിക്കുക കേട്ടോ. അതൊന്നും ഞാൻ ചെയ്യില്ല. ഞാൻ പറഞ്ഞപ്പോൾ എടുത്ത വഴിക്ക് പറയാം, അങ്ങനത്തെ ഒന്നും ഞാൻ ചെയ്യില്ല, ഞാൻ വേണമെങ്കിൽ പാല് കൊടുക്കാം അത്രേ. അതൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ തേജു ഇതേ 2 ഒതുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആളുടെ. അങ്ങനെ ഇനി നമ്മൾ നേരെ പറഞ്ഞ പോലെ ഇങ്ങോട്ടാ റൂമിലേക്കാട്ട പോണത്. റൂമിൽ പോയിട്ട് കുറച്ച് ഫുഡ് കഴിക്കാൻ പോയില്ലേ, ഫുഡ് കഴിച്ചാൽ പോയിട്ട് നേരെ വീട്ടിൽ പോവാ. പിന്നെ ഞങ്ങളുണ്ടല്ലോ ഉപ്പിലിട്ടത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്താ തേജു, നമ്മുടെ പൈനാപ്പിളും മാങ്ങയും അതുപോലെ നെല്ലിക്കയും പിന്നെ ഇത് എന്താ പറയാ ആ ഉണ്ട സാധനം, അയ്യോ പേര് കിട്ടണില്ല. നെല്ലിക്കല്ലടാ മറ്റേത് എന്താ പറയാ ആ ഒരു സാധനം നിങ്ങൾ കാണിച്ചില്ല, ഞാൻ വീഡിയോയിൽ അതും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ സാരി അഴിച്ചിട്ടപ്പോൾ ആര് ഈ ഡ്രസ്സ് ഊരിട്ടേക്കണു. അവൾക്ക് ഇത് വിമിഷ്ടടിച്ചു പറഞ്ഞിട്ട് അവളത് ഊരിട്ടതിട്ട്. എനിക്ക് സാരി വിമിഷ്ടടിച്ചിട്ട് ഞാനത് ഇവളുടെ ഇതെടുത്തിടട്ടെ ചെയ്ത്. ഞാനാണെങ്കിൽ ഒരൊറ്റ ഡ്രസ്സ് വേറെ കൈ പിടിച്ചിട്ടില്ല. ആകെ 2 ഡ്രസ്സ് കൈ പിടിച്ചുള്ള അതിലൊന്നും സാരി ആയിരുന്നു കേട്ടോ. അതെനിക്കൊരു വലിയ പണി കിട്ടി. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കൊക്കെ ഡ്രസ്സ് മാറാൻ തോന്നുന്നു, കുളിക്കാനൊക്കെ തോന്നുക കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിത് ഇതെടുത്തിട്ടു. ഇത് കുറച്ചൊരു വെയിലത്ത് കൊടുത്തിട്ട് അതെടുത്തിട്ട് ഞാൻ ഇടാട്ട ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ കിച്ചപ്പന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങാട്ടോ ചെയ്തത്. അപ്പോൾ അതേ ഉണ്ണി ചെറിയൊരു ഉറക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇതേ വേഗം വണ്ടിയിൽ കയറി. തേജുവിനോട് ഞാൻ പറഞ്ഞു എന്താ അല്ലുവിൻ്റെ കൂടെ ആ വണ്ടിയിൽ ഇരുന്നു. അപ്പോൾ തേജുവിനൊരു മടി. തേജുവിന് എന്താ വെച്ചാൽ വെയ്യായിക നല്ല ഉണ്ട് കേട്ടോ, ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവനൊരു ക്ഷീണോ വെയ്യായിക തോന്നുക വെച്ചാൽ വേറെ ആരുടെ കൂടെ ഇരിക്കില്ല. അവ അതേ എൻ്റെ അടുത്തേക്ക് എത്തൂട്ടാ, അല്ലെ അമ്മയുടെ കൂടെ ഇരിക്കുക പറഞ്ഞിട്ട്. അങ്ങനെ അതേ ഞങ്ങളുടെ കൂടെ ഒപ്പം കയറിയിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അവൻ വിൻഷാറിൻ്റെ കൂടെ മറ്റേ വണ്ടിയിലായിരുന്നു കയറിയത്.
പക്ഷേ ഈ പറഞ്ഞ പോലെ അവന് മൊത്തത്തിലൊരു മൂഡില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വയ്യായിക ക്ഷീണം തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് എത്തുവാളത്. അങ്ങനെ ഇത് എൻ്റെ കൂടെ വന്ന് കയറിയിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെ ഇരിക്കണുള്ളൂ. പക്ഷെ അവനൊരു കംഫർട്ടായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം അല്ലേ, അതുകൊണ്ടാണോ വന്നിരുന്നത്? അപ്പോൾ അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പകുതിക്ക് എത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി. ഇതേതോ ഹോട്ടൽ വെച്ചാൽ അറിയില്ല, പക്ഷെ സത്യം പറയാലോ ഞങ്ങൾക്ക് കയറുണ്ടായിരുന്നു തോന്നിയിട്ടോ. എന്താ വെച്ചാൽ നല്ല ചോറൊക്കെ കഴിക്കാൻ വെച്ച് കയറിയതാണ്. ചോറൊക്കെ നന്നു, പക്ഷെ കറികളൊന്നും ഇഷ്ടമായില്ല. പിന്നെ സാമ്പാറുണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ വെച്ചത്, അങ്ങനെ ഒരു മുട്ട പൊരിച്ചത് കൊടുന്നു തന്നു. പിന്നെ എന്തോ ഒരു അച്ചാറും അച്ചാറാണ് അത് തന്നെ ഉള്ളൂ. പിന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു. മീൻ വറുത്തൊക്കെ തണുത്ത പോലെ ആയി തുടങ്ങി. എന്തോ തൃപ്തിപ്പെടാണ്ട് കഴിച്ചു. തേജുനാണെങ്കിൽ ബിരിയാണിയെ കൊടുത്തത്, അവരും അത് ഇഷ്ടമായിട്ടില്ല, അവനും കഴിച്ചില്ല കേട്ടോ. ആരും അങ്ങനെ അധികം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനല്ല ഉപ്പേരി എന്തേലൊക്കെ ഉണ്ടാവും വിചാരിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. തൃപ്തി ഇല്ലാണ്ട് കഴിച്ചിട്ട് ഇറങ്ങാട്ടോ ചെയ്ത്. നമ്മുടെ കിച്ചുട്ടണ്ടേ ഈ ഒരു കാര്യം പറഞ്ഞ കരയൂട്ടോ, മ്യാവ് 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 ഇങ്ങനെ തേച്ചുക. ആ ഒരു സംഭവം പറഞ്ഞ കിച്ചുട്ടൻ കരയും. ഏത് ഉറക്കത്തിലാണെങ്കിലും കുട്ടിക്കായിട്ട് ഊണ് കേട്ട അപ്പ കരയൂട്ടാ. അപ്പൊ അവൻ കരയും. അപ്പൊ അതാണ് കണ്ടത്. ചിരിക്കണേന്റെ ഇടയ്ക്ക് തേജ ട്യൂണിട്ടപ്പോ കുട്ടി കരഞ്ഞു തുടങ്ങി. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയപ്പോഴേ നമ്മുടെ തുമ്പമ്മയൊക്കെ പോവാട്ടോ. തുമ്പമ്മയ്ക്കാണെങ്കിൽ പോവാൻ തീരെ താല്പര്യമില്ല. തുമ്പമ്മ കരഞ്ഞു തുടങ്ങി, പോണില്ല ഞങ്ങളുടെ കൂടെ വരിക എന്നൊക്കെ പറഞ്ഞിട്ട് ദേ റീനമ്മേനെ കെട്ടിപ്പിടിച്ചിരിക്കട്ടെ. അപ്പൊ പാവം തോന്നിയിട്ടത് കരയണ കണ്ടപ്പോ. അപ്പൊ ദേ അല്ലൂസും അതേട്ടോ ഭയങ്കര മൂഡ് ഓഫ് ആയത്. തേജുവിന് കൈയൊക്കെ കൊടുത്ത് പോവാന്ന് പറഞ്ഞു. ഇത് ഇതേ നല്ല മുഖം പൊത്തി കണ്ണൊക്കെ ചോന്ന് കരഞ്ഞിട്ടായിട്ട് ഇരിക്കണത്. ഇനി ഇവരിനി കോഴിക്കോട്ടേക്ക് അങ്ങോട്ട് വൈശാഖേട്ടൻ്റെ വീട്ടിൽ പോവും. ഞങ്ങളിനി നമ്മുടെ വീട്ടിലേക്കാട്ടെ പോണത്. അങ്ങനെ മനസ്സോടെ നമ്മുടെ തുമ്പമ്മ അതേ കരഞ്ഞ് വീങ്ങിയിട്ടാട്ടോ പോണത്. തുമ്പമ്മയ്ക്കാണെങ്കിൽ ഫസ്റ്റ് എന്നെ കണ്ടപ്പോൾ ഭയങ്കര നാണാർന്നൂട്ടി പറഞ്ഞ പോലെ. കുറച്ച് കഴിഞ്ഞ് ഇന്നലെ രാത്രി ഫുള്ള് എൻ്റെ ഒപ്പം കിടന്ന്. പിന്നെ ഞാനായിട്ട് അങ്ങോട്ട് സെറ്റായിട്ടോ കുട്ടി. ഈ പറഞ്ഞ പോലെ വർത്താനം പറഞ്ഞിട്ടേ. പിന്നെ രാവിലെ എണീറ്റിട്ട് മൊത്തം ഇങ്ങനെ ഒപ്പം നടന്നിട്ട് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. കുറേ ഞങ്ങളുടെ കൂടെ ഇരിക്കാൻ വന്നു, പക്ഷെ അവിടെ തിക്കാവും എന്ന് പറഞ്ഞ് ഞങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഇരുത്താട്ടോ ചെയ്തത്. പിന്നെ പോകാൻ നേരത്ത് ഇതേ ഭയങ്കര വിഷമം തോന്നിയിട്ട് കരയണ കണ്ടപ്പോൾ. അങ്ങനെ ഇതേ വണ്ടിയിൽ കയറി ഇനിയിപ്പോൾ അവരങ്ങോട്ട് പോവും. അപ്പോൾ ഇതേ വിൻഷേട്ടൻ അവിടെ പോയിട്ടുണ്ട് കേട്ടോ. വിൻഷേട്ടനായിട്ടും അതേട്ടോ ആൾ ഭയങ്കര സെറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പരിചയക്കേടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കാരണം ഞങ്ങളിപ്പോൾ നേരിട്ട് കണ്ടിട്ട് ഏകദേശം ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഉത്സവത്തിന് വന്നിട്ടാണ് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അന്ന് ഇത് ചെറുതായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോഴാട്ടത്തിന് വലുതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് അവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മളിതേ നേരെ ഇനി നമ്മുടെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പോൾ ഇവർ ഞങ്ങൾ തന്നെ പോണ വഴിക്ക് ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ ചാത്തന്നൂർ ഇറക്കും. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് അങ്ങനെ അങ്ങോട്ട് പുതിരത്തേക്ക് പോവാട്ടോ ചെയ്യുക. പിന്നെ വിൻഷേട്ടതേ നമ്മുടെ ഈ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതായത് അവന്റെ വണ്ടിയിൽ ഇങ്ങനെ എന്തോ ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ അതിന്റെ ബാക്ക് കൂടെ ഇങ്ങനെ പോവുകയെ. വെള്ളമല്ല പോണത്, വെള്ളം ചീറ്റ. നല്ല എന്തായാലും എന്താ പൈസക്കുള്ള ലാഭമായി പോയിട്ടോ വണ്ടി വാങ്ങിയത്. ലൈറ്റും ഇതൊക്കെ കത്തുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തി കാർ ഓടിച്ചിരുന്നിട്ട് വിടത്തുള്ളൂ. ബൈ പോടവിടുന്ന്. അങ്ങനെ നമ്മളൊരു 7 മണിക്കാകുമ്പോൾ നമ്മൾ എവിടെയോ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കോഴിക്കോട് കഴിഞ്ഞു എന്ന് അറിയാട്ടോ. നമ്മുടെ അവിടെ എത്തിയിട്ടില്ല. എന്നിട്ട് നമ്മൾ ചായ കുടിക്കാട്ടോ ചെയ്തത്. അപ്പോൾ എന്തൊക്കെയോ ചായയുടെ കടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിക്കാനായിട്ടിരിക്കുന്നുണ്ട്. എണ്ണക്കടി അത് ഞാൻ ചായ കുടിച്ചില്ല കേട്ടോ. ഞാൻ തണുത്തത് എന്തെങ്കിലും കുടിക്കാൻ വെച്ചിട്ട് ഞാൻ ചോദിച്ചു. പക്ഷേ തണുത്ത ഐറ്റംസ് ഒന്നും ഇല്ല, ഓൺലി ചായ കാപ്പി. അപ്പോൾ പിന്നെ ഞാനൊന്നും വെള്ളമൊന്നും കുടിച്ചില്ല. ഞാൻ പഴംപൊരി ആട്ടോ കഴിച്ചത്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഈ പഴംപൊരി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പഴംപൊരി. ഇല്ലടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തേജ് മുട്ട ബജിയ കഴിച്ച്. പഴംപൊരി കഴിച്ചു നീ ഇല്ലേ കുഞ്ഞൊരു ഭക്ഷണം? പക്ഷെ നല്ല രസം ഇല്ലേ, നല്ല രസം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഭയങ്കര മുരിങ്ങനായിട്ട് കനം കുറഞ്ഞ പഴംപൊരി ആയിരുന്നു. പിന്നെ നമ്മുടെ ഏരിയ കൂറ്റനാട് എത്തിയിട്ടോ. കൂറ്റനാട് എത്തിയപ്പോൾ പച്ചക്കറി എന്തെങ്കിലും വാങ്ങാമെന്നും പറഞ്ഞിട്ട് വണ്ടി നിർത്തി. ഞങ്ങൾക്കും വീട്ടിലേക്ക് വാങ്ങണം, പിന്നെ അമ്മ അതേട്ടാ അങ്ങോട്ടും വാങ്ങണം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കണ്ടപ്പോൾ നമ്മുടെ കൂറ്റനാട് സെൻറ്ററിൽ നിന്ന് തന്നെ കേട്ടോ. അപ്പോൾ വാങ്ങിയപ്പോൾ റീനമ്മയാണെങ്കിൽ ഇത് പട്ടാമ്പിയെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് പട്ടാമ്പിയാണോ എന്നിങ്ങനെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറയണ്ട, അല്ല ഇത് കൂറ്റനാടാണ്, പട്ടാമ്പി അപ്പുറത്തെ സൈഡാന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് വീട്ടിലേക്കുള്ള ഞാൻ ചീരയാട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചീരയും ക്യാരറ്റും വാങ്ങി. പിന്നെ ഒരുവിധം പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടിലിരിപ്പുണ്ട്. അങ്ങനെ അതെല്ലാം വാങ്ങി നമ്മൾ ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടാണ്.
അതായത് നമ്മുടെ പാർവണം ചാത്തന്നൂർ എത്തിയിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പോൾ അതേ ലേറ്റൊന്നും ഇല്ല, ഭയങ്കര ഇരുട്ടാണ്. പിന്നെ ഞങ്ങൾ ഭയങ്കര രാത്രിയല്ല കേട്ടോ എത്തിയത്, ഞങ്ങളൊരു 8-9 മണിയോട് കൂടി ഏകദേശം എത്തിയിട്ടുണ്ടാവും കേട്ടോ വീട്ടിൽ. അപ്പോൾ അതേ സുധച്ചേച്ചി പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉണങ്ങി ഇതായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് ടോപ്പ് ആരുടേക്ക് കൊടുത്തയക്കുക കേട്ടോ, അവൾക്ക് ഇനി പരിപാടിയൊക്കെ ആകുമ്പോൾ ഇടണ്ടേ വെച്ചിട്ട്. അങ്ങനെ ഞാൻ ആ ഡ്രസ്സ് അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കയറണില്ല, കയറിയ പിന്നെ ഇനിയും വൈകുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ കാറിൽ നിന്ന് ഇരിക്കട്ടെ ചെയ്ത് ഞാൻ വേഗം ചെന്നത് ഡ്രസ്സൊക്കെ ഊരിയിട്ട് അവളുടെ കയ്യിൽ കൊടുത്തു കേട്ടോ. ഇനി ഇവരെ പൂവും റീനമ്മ ഇനി ഉണ്ണിക്ക് ഗുരുവായൂരും കൂടിയും ചോറ് കൊടുക്കാണ്ട് ഗുരുവായൂരും കൂടിയും ചോറ് കൊടുത്തിട്ട് റീനമ്മ പത്തനംതിട്ട പോവാ ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ അതേ അവരോടൊക്കെ ടാറ്റ പറഞ്ഞ് ഇനി നമ്മൾ വീട്ടിലേക്ക് കയറണം. വീട്ടിലെത്തിയപ്പോഴാട്ടോ ക്ഷീണം തോന്നുന്നത്, അതുവരെ വലിയ ക്ഷീണം തോന്നിയിരുന്നില്ല. വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറിയപ്പോൾ എവിടുന്ന ക്ഷീണം വരുന്നു വെച്ചാൽ അറിയില്ല കേട്ടോ, തീരെ വയ്യായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലെത്തിയിട്ട് കാർ ഓടിച്ചു. പിന്നെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, ബൈ. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ, ബൈ.